ഹലോ, സമയം പരവരാന്ന് വിളക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു 6 മണിയായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പൊങ്കാല ദിവസമാണ്. ഇപ്പോൾ ആറ്റുപാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആ ഒരു ഹാങ് ഓവറിലിരിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ വെള്ളിയളങ്ങര അമ്പലത്തിലെ മീനമാസത്തിലെ പൊങ്കാല. മീനമാസത്തിലെ അശ്വതി നാളിലാണ് പൊങ്കാല നടത്തുന്നത്. അതിനോടനുബന്ധിച്ച് കൊച്ചു കുട്ടികളുടെ കെട്ടുകാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുനിന്ന് കുറേ ആൾക്കാർ ചേർന്ന് ഈ ഒരു കെട്ടുകാഴ്ച ഇന്ന് വൈകിട്ട് എല്ലാവരും കൂടി ചേർന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുപോകും. മെയിനായിട്ട് സ്ത്രീകളും കുട്ടികളുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാ വർഷവും വിചാരിക്കും ഇത്തവണ പൊങ്കാല ഇടണമെന്ന്. എന്തൊക്കെയോ സാഹചര്യങ്ങൾ, കല്യാണം കഴിച്ചതിന് ശേഷം ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ്. കൂട്ടത്തിൽ ഈ ഒരു പൊങ്കാല കാഴ്ച കാണണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ അവിടുന്ന് കെട്ടുകാഴ്ച ഉള്ളതുകൊണ്ട് അതിൻ്റെ ചോട്ടിലാണ് അമ്മ പൊങ്കാല ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാനും ഈ പരിസരത്തൊക്കെ നിൽക്കേണ്ടി വന്നേനെ. എന്തായാലും ഞാനും കുക്കോണ്ണും സൂര്യചേച്ചിയും പിള്ളേരും എല്ലാവരും കൂടെയാണ് അമ്പലത്തിലേക്ക് വന്നത്. ഇവിടെ ഒരുപാട് പേരെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ നമ്മൾ എത്തിയ സമയത്താണ് പൊങ്കാല നിവേദ്യം തളിക്കാൻ വേണ്ടിയിട്ട് ദേവി എഴുന്നള്ളാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അതും കാണാൻ പറ്റി. ഈ അവസാനം കണ്ടതാണ് വേലൻ. നമ്മുടെ അമ്പലത്തിലെ ഏതോ ഒരു ആചാരമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദൃഷ്ടിദോഷം മാറ്റാനൊക്കെ ഈ പുള്ളി ഇങ്ങനെ മന്ത്രം ചൊല്ലി നമ്മളെ ആ പച്ചില കൊണ്ടൊന്ന് ഒഴിയാറുണ്ട്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഉച്ചയായി സമയം. ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് കുതിര കഞ്ഞിക്ക് പകരം കുതിര സദ്യ എന്ന് പറയാം. പരിപ്പും പപ്പടവും അവിയൽ സാമ്പാർ പായസമൊക്കെ കൂട്ടി ഒരു ഊണ്. അപ്പോൾ ആദ്യം ദേവിക്കാണ് സമർപ്പിക്കുന്നത്. നമ്മുടെ തേരിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇതിപ്പം വൈകിട്ടായി കേട്ടോ. ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ തയ്യാറാകുന്നത്. ഒരു 5 മണിക്കൊക്കെ ഇറങ്ങത്തുള്ളൂ, കാരണം നല്ല വെയിലാണ്. നമ്മൾ വൈകിട്ടാണ് പോകുന്നതെങ്കിലും അതിന് മുമ്പായിട്ട് വെടിക്കെട്ടോടുകൂടി ഈ തേരൊക്കെ ഒന്ന് ഇളക്കി വെക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് ഒന്ന് വലിപ്പിക്കും. ഫ്രണ്ടിൽ 2 നാരങ്ങയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ആയിരക്കണക്കിന് തേരും കുതിരകളുമാണ് അമ്പലത്തിലെത്തിയിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഉത്സവ വൈബിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് തീരുക കേട്ടോ. ഇതാണ് നമ്മുടെ വെള്ളിയളങ്ങര അമ്പലത്തിലെ വിശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.